Hello friends, വീടിന്റെ ഫ്രണ്ട് ഡോറിലും ബാക്ക് ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറങ്ങുന്ന ക്യാമറയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അത് മറ്റേറെയല്ല നമ്മുടെ CP Plus എന്നുള്ള കമ്പനിയുടെ ഈസി ക്യാം കാറ്റഗറിയിൽ വരുന്ന 4 മെഗാപിക്സൽ ഫുൾ ടൈം കളർ ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതകളെ പറ്റി പറയുവാണെങ്കിൽ ഇത് 24 hours കളർ വ്യൂ ആണ് നമുക്ക് തരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ക്യാമറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടുള്ള മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, അതായത് ഹ്യൂമൻസിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ ഈ ഒരു ക്യാമറ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമ്മുടെ കോമ്പൗണ്ടിനുള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് നമുക്ക് ഫോണിലൊരു അലേർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ CP Plus എന്നുള്ള ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോ അല്ല ഇത്. ഞങ്ങൾ നെക്സ സിസ്റ്റം എന്നുള്ള ഈ ഒരു സ്ഥാപനം CCTV ക്യാമറകൾ സെയിൽസും സർവീസും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥാപനമാണ്. ഞങ്ങളുടെ ഓഫീസ് വരുന്ന എറണാകുളത്താണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രൊമോഷണൽ വീഡിയോ അല്ല ഇത്. പിന്നെ ഈ ഒരു ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു PT ക്യാമറയാണ്. PT മീൻസ് പാൻ ടിൽറ്റ് എന്നാണ്, അതായത് കറങ്ങുന്ന മോഡൽ ക്യാമറയാണ്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്തുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ വരുന്നത് CP-Z43A എന്നാണ് കേട്ടോ. ഇതിൻ്റെ MRP ഇവിടെ കൊടുത്തേക്കുന്നത് ഏകദേശം 8000 ഒക്കെയാണ്. പക്ഷേ ഇത്ര റേറ്റ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നില്ല. ഈ ഒരു ക്യാമറയുടെ പ്രൈസ് വരുമ്പോൾ ഏകദേശം ഒരു 7000 സംതിങ് ആണ് വരുന്നത്. നമുക്ക് എക്സാക്റ്റ് പ്രൈസ് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എക്സാക്റ്റ് പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ക്യാമറയുടെ ബോക്സിലൊപ്പം വരുന്നത്. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇത് ഈസി ക്യാം പ്ലസ് എന്ന് പറഞ്ഞ ഒരു ക്വിക്ക് ഓപ്പറേഷൻ മാനുവലാണ്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള മെത്തേഡുകൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള SS സ്ക്രൂ ആണ്. പിന്നെ നമ്മൾ സാധാരണ ഹിക്വിഷൻ്റെ ക്യാമറകളിലൊന്നും കാണാത്ത, അതായത് ഈസ്വിസ് ബ്രാൻഡിൽ കാണാത്ത രീതിയിൽ ഒരു അഡാപ്റ്ററും ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈസ്വിസ് ക്യാമറയെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ അഡാപ്റ്ററൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ ഇതൊരു 5 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ്. ഇത് നമുക്ക് ഈ ഒരു ക്യാമറയോടൊപ്പം ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. 400 ഗ്രാമാണ് ഈ ഒരു ക്യാമറയുടെ വെയിറ്റ് വരുന്നത്. ഈ കൊടുത്തിരിക്കുന്ന രണ്ടും ഈ ക്യാമറയുടെ ആൻറ്റിനകളാണ് കേട്ടോ. ഇത് രണ്ടും ഈ ക്യാമറയുടെ ആൻറ്റിനയാണ്. പിന്നെ ഈ ഒരു ക്യാമറ നമുക്ക് 2 രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ ഒരു ക്യാമറേനെ സീലിംഗ് മൗണ്ടായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും, അതായത് ഇങ്ങനെ സീലിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറേനെ നമുക്ക് നേരെ ഭിത്തിയിലേക്ക് വാൾ മൗണ്ട് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. അതായത് 2 രീതിയിൽ ഈ ഒരു ക്യാമറ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ഈസി ക്യാം പ്ലസ് എന്നുള്ള ആപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഹൊറിസോണ്ടലായിട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു PT ക്യാമറയാണ്, പാൻ ടിൽറ്റ് ക്യാമറയാണ്. ഇതൊരു PT ക്യാമറയാണ്, അല്ലാതെ ഒരു PTZ ക്യാമറയല്ല കേട്ടോ. PTZ എന്ന് പറഞ്ഞാൽ പാൻ ടിൽറ്റ് സൂമിംഗ് ഉള്ളതാണ്. ഇത് പാൻ ടിൽറ്റ് ക്യാമറയാണ്. പിന്നെ ഈ ഒരു ക്യാമറയോടൊപ്പം വന്നിരിക്കുന്നത് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കേബിളാണ്. ഇതൊരു USB കേബിളാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് വരുന്നത് മാക്സിമം 2.5 മീറ്ററാണ്. പിന്നെ ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ ഇവിടെ ഒരു RJ45 ജാക്കിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈഫൈ സിഗ്നൽ ഈ ഒരു ക്യാമറ മാക്സിമം കിട്ടുന്നതെന്ന് വെച്ചാൽ 30 മീറ്ററോളമാണ്. അതായത് നമ്മുടെ മോഡം ഇരിക്കുന്ന ഡിസ്റ്റൻസിൽ നിന്ന് 30 മീറ്റർ വരെ ഈ വൈഫൈ ആൻറ്റിനകൾക്ക് വൈഫൈ സിഗ്നൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഡിസ്റ്റൻസിലാണ് നമ്മുടെ മോഡം ഇരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മോഡം വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് വലിയ ഭിത്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ വൈഫൈ സിഗ്നൽ ഈ ഒരു ക്യാമറയ്ക്ക് കിട്ടില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വയർഡായിട്ട് നമ്മുടെ എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും PoE പോർട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് PoE സ്വിച്ചിൽ നിന്ന് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സാധാരണ സ്വിച്ചിൽ നിന്നോ മോഡത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ അഡാപ്റ്റർ വെച്ചിട്ട് ഇതിന് പവർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ക്യാം പ്ലസ് എന്നുള്ള സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഈ ഒരു ക്യാമറേനെ ഈസി ആയിട്ട് തന്നെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഈ ഫ്രണ്ടിലായിട്ട് ഈ വൈറ്റ് കളറിൽ കൊടുത്തേക്കുന്ന ഭാഗം രാത്രിയിലാകുമ്പോൾ തെളിയുന്നതാണ്. കാരണം നൈറ്റ് വിഷൻ കളർ വരണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ നിന്നൊരു പ്രകാശം എന്താണെങ്കിലും വരണം ഈ ക്യാമറയിൽ നിന്ന്. അപ്പോൾ അത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ആ ഒരു പ്രകാശം വരുന്നത്. ഇതെന്താണെങ്കിലും നൈറ്റിൽ തെളിഞ്ഞു കിടക്കും. പിന്നെ മാത്രമല്ല ഈ ഒരു ക്യാമറയുടെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ H265 വീഡിയോ കംപ്രഷനാണ്. നിങ്ങൾക്കറിയാം H265 വീഡിയോ കംപ്രഷനാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ കംപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൈവസി ഒക്കെ വേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ക്യാമറയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പ്രൈവസി മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. നമ്മളത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ആ ഒരു സമയത്തേക്ക് റെക്കോർഡ് ആകുന്നതായിരിക്കില്ല.
പിന്നെ ഈ ഒരു ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഷൻ ട്രാക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ആൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ ഓട്ടോമാറ്റിക് അയാളെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു ക്യാമറ എന്ന് വെച്ചാൽ ഫുൾ ടൈം കളർ ക്യാമറയാണ്. അതായത് 24 മണിക്കൂർ നമുക്ക് കളർ തന്നെ കിട്ടും. കാരണം രാത്രിയിൽ ഈ ഒരു ക്യാമറയ്ക്ക് നൈറ്റ് വിഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറയിൽ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ഈ ഒരു ക്യാമറയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നൈറ്റ് വിഷൻ നമുക്ക് കളറായിരിക്കും. മാത്രമല്ല ആ ഒരു നൈറ്റ് വിഷൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 10 മീറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് 360 ഡിഗ്രി കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല 2-way ഓഡിയോ ടോക്ക് അവൈലബിൾ ആണ്. 2-way ഓഡിയോ ടോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആളുകളെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് കേൾക്കാനും കഴിയും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ സ്പീക്കറും അതുപോലെ തന്നെ മൈക്കും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറയുടെ IP സ്റ്റാൻഡേർഡ് വരുന്നത് 65 ആണ്. IP സ്റ്റാൻഡ്സ് ഫോർ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നാണ്. അതായത് വാട്ടർ അതുപോലെ ഡസ്റ്റ് ഇതിനൊക്കെതിരെ ഈ ഒരു ക്യാമറ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ്റെ പല റേറ്റിംഗ് IP65, 66, 67 എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടുതൽ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്ക്, അതായത് എനിക്ക് ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു പ്രചോദനോടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.